കടുക് പിടിച്ചിട്ട് അവർ എന്റെ പരിപാടി എന്നാലും കറക്റ്റ് കാണിച്ചാൽ പോയിട്ട് നിന്ന് വരണം വെച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇത് പറയടി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ലേ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്നതൊക്കെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു സൂപ്പറായിട്ടിരിക്കുന്നു കേട്ടോ അത്ര സുഖമില്ല കുറച്ച് ദിവസമായിട്ട് മഴയുടെ ആണോ തണുപ്പിൻ്റെ ആണോ കാലാവസ്ഥയുടെ ആണോ എന്താണെന്നൊന്നും അറിയില്ല ഭയങ്കര തുമ്മലാണ് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് തുമ്മിയാണ് എഴുന്നേറ്റത് അതുകൊണ്ട് ചെറിയൊരു ജലദോഷം പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന കുറച്ച് താമസിച്ച് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് എഴുന്നേക്കണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഒക്കെയാണ് എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ വന്നപ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിക്കണം തോന്നി ഞാനെന്താ ഈ ചട്ട ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുന്നതെന്ന് അമ്മച്ചി ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ ഇത് ചട്ടയല്ല ചട്ട പോലെ ഇരിക്കുന്ന ഒരു ടോപ്പാണ് വീട്ടിൽ കൂടി ഇങ്ങനെ വൈറ്റൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ ചെളി പിടിക്കില്ലേ എന്നൊക്കെയാണ് അമ്മച്ചിയുടെ സംശയങ്ങൾ അപ്പോൾ എനിക്ക് വൈറ്റ് ഇഷ്ടമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെളി പിടിക്കുമെന്നുള്ളത് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ട് വൈറ്റ് ഇഷ്ടമാണെങ്കിൽ ഞാൻ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് വല്ല ടീഷർട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ടോപ്പുകളൊക്കെ വാങ്ങിച്ചെങ്കിലായി പിന്നെ വൈറ്റ് ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പം അങ്ങനെ കൂടുതലും വൈറ്റ് ഉപയോഗിക്കാറില്ല ബ്ലാക്കിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന പാടെ ഒരു കട്ടൻ ചായ നല്ല ചൂടോടെ ഒരു കട്ടൻ ചായ കുടിച്ചപ്പോൾ ഒരു സുഖമൊക്കെ തോന്നി അത് കഴിഞ്ഞിട്ട് അമ്മച്ചിയാണെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ദിവസവും 6:30 ആകുമ്പോൾ അടുക്കളയിൽ വന്ന് ഹാജരാവുന്നതായിരുന്നു അപ്പോൾ ഇന്ന് കാണാനിട്ട് അമ്മച്ചി വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് രാവിലെ ഭയങ്കര തുമ്മലായിരുന്നു വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ ഭയങ്കര തുമ്മലായിരുന്നു അതുകൊണ്ട് ഒരു സുഖമില്ല ഞാൻ ഇച്ചിരി താമസിച്ചേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചേക്കാം പരത്താൻ വരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മച്ചിയെല്ലാം അങ്ങനെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് എനിക്ക് പരത്തിയാൽ മതി അപ്പോൾ കറി അമ്മച്ചി ഏകദേശം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പടുപടാന്ന് ചപ്പാത്തി എല്ലാം പരത്തി കൊടുത്തു അമ്മച്ചി പെട്ടെന്ന് ചുട്ടെടുത്തു കേട്ടോ സമയമൊന്നും പോയില്ല ഞാനൊരു 8:30 ആയപ്പോഴാണ് എഴുന്നേറ്റത് നമ്മളെന്തായാലും ഒരു 9 ഒക്കെ ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് പീരീഡ്സിൻ്റെ ദിവസങ്ങളിൽ അമ്മച്ചി ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും നിർബന്ധിക്കാറില്ല എൻ്റെ ഇഷ്ടത്തിന് എഴുന്നേൽക്കാം എൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ഒരു വൈബാണ് കേട്ടോ അമ്മച്ചി അപ്പോൾ പണ്ടുപോലെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരോടും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ വഴക്ക് പറയും ചുമ്മാ ഇങ്ങനെ ഒരുപാട് നേരം കിടക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വേറൊരു കാര്യം സമയത്തിന് ഫുഡ് കഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടോ വഴക്കാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സമയത്ത് വേദനയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലെങ്കിലും എൻ്റെ വയറിങ്ങനെ വീർത്ത് കിട്ടിയിരിക്കും എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ആ ഒരു പ്രശ്നം മാത്രമാണ് എനിക്കുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പരിപ്പ് കറിയാണ് സാധാരണ പരിപ്പ് ചാറ് വയ്ക്കുന്ന പോലെ പരിപ്പ് താളിച്ചതല്ല ഇത് സാമ്പാർ പൊടിയൊക്കെ ഇട്ട അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ നമുക്ക് അപ്പച്ചയുടെ മെഡിക്കേഷൻ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ഒരു 1 month ആയിട്ട് നമ്മൾ ചിക്കനും ഫിഷും ഒക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പരിപ്പും ഉരുളക്കിഴങ്ങും അങ്ങനെയുള്ള പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് ഇനി ഇന്നത്തെ ദിവസത്തേക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലായിരിക്കും വെള്ളം കുടിച്ച് തന്നെ ജീവിക്കണം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചു ഇന്നത്തേന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഏറ്റിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വർക്കിനിരിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടിരുന്ന ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂവേഷൻ കുറച്ച് നേരത്തിനൊന്ന് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നും കിടന്നും കുറച്ച് നേരം അവിടെ കിടന്ന് തന്നെ ഉറങ്ങി അപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുന്ന് തടി വെട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടത് അപ്പോൾ വന്ന് നോക്കിയപ്പോഴുണ്ട് അപ്പോൾ ചെയ്തേ മരത്തിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുന്നു കേട്ടോ ഇത് റംബൂട്ടാൻ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതുകൊണ്ട് അതിൻ്റെ മേളത്തെ കമ്പൊന്ന് വെട്ടാൻ വേണ്ടി കയറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ കിങ്കോയും ആണെങ്കിൽ പേടിച്ച് തന്നെ ഈ സൗണ്ട് കേൾക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ഓട്ടുമാവ് മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ എൻ്റെ മണ്ട വളർന്നു വന്നത് ഉണങ്ങിപ്പോയായിരുന്നു അതും കണ്ടിച്ച് കളഞ്ഞു ഞാൻ പിന്നെ വന്ന് കൗച്ചിൽ തന്നെ ചുരുണ്ട് കൂടി കേട്ടോ ഞാനൊരു വ്ലോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഷെറിൻസ് വ്ലോഗ് പുള്ളിയുടെ പാകിസ്ഥാനിൽ പോയിട്ടുള്ള വ്ലോഗ്സൊക്കെ 2 ദിവസമായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അമ്മച്ചിനെയും വിളിച്ചിട്ട് കാണിക്കുമായിരുന്നു കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ കാണാറുണ്ടായിരുന്നു എല്ലാ വീഡിയോസും കാണാറില്ല പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ വ്ലോഗ്സൊക്കെ ഞാൻ പുള്ളിയുടെ കാണാറുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ രണ്ടുപേരുടെയും പരിപാടി ഇതാട്ടോ അമ്മച്ചി എവിടെ വെറുതെ ഇരിക്കുന്നുണ്ടാൽ ഉടനെ മടിക്കിരങ്ങ് കിടക്കുവാണ് ഈ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവൻ ഈ വയറിൻ്റെ ബെല്ലിയുടെ ഭാഗത്ത് ചൊറിയുന്നതും തലയൊക്കെ ഇങ്ങനെ ചെവിയുടെ പുറകിലൊക്കെ ചൊറിഞ്ഞു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചി അതിനൊപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ കുറച്ച് നേരം അങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും മഴക്കാറൊക്കെ വന്നു കേട്ടോ മഴ ഇങ്ങ് വരുമ്പോഴത്തേക്കെന്നാൽ ഞാനിങ്ങ് പോയേക്കാന്ന് പറഞ്ഞ് കറണ്ട് അങ്ങ് പോകും പിന്നെ ടി വി ഒന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ ചെറുതായിട്ട് ഇടിയൊക്കെ വെട്ടുന്നതുകൊണ്ട് നമ്മളങ്ങനെ ടി വി മഴയുടെ സമയത്ത് വെക്കാറില്ല കേട്ടോ ഇവിടെ ഏത് സമയത്ത് ഇടി വന്നാലും മഴ പെയ്താലും എന്തെങ്കിലുമൊക്കെ അടിച്ച് പോകും അതുകൊണ്ട് സൂക്ഷിക്കാറുണ്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ വർക്ക് ചെയ്തു പിന്നെ കറണ്ട് പോയി
കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഭയങ്കര മഴ, ഭയങ്കര ഇരുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കി ഇട്ടത് കൊണ്ട് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ എല്ലാം തരം തിരിച്ചാണ് വെക്കുന്നത്. വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, പുറത്തിടുന്ന ഡ്രസ്സുകൾ, നല്ല ഡ്രസ്സുകൾ, ബെഡ്ഷീറ്റുകൾ, ടർക്കികൾ, ടവല്, തോർത്തുകൾ അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ മടക്കിയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തപ്പി നടക്കണമല്ലോ. ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെയും കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തപ്പി നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിങ്ങനെ സമയമെടുത്ത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തരംതിരിച്ചൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ ഡ്രസ്സൊന്നും വെക്കാൻ ഇടയില്ലാത്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ പഴകിപ്പോയ ഡ്രസ്സുകൾ കളയുന്നൊരു ശീലം ഇല്ല. കുറേ സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റായിട്ട് ഒട്ടും ഉപയോഗിക്കുന്നില്ലാത്ത ഡ്രസ്സുകൾ മാത്രമല്ല, കുറേ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ എടുത്തിങ്ങനെ കെട്ടിപ്പോന്നൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് നാളായി വിചാരിക്കുന്നു. പക്ഷേ തന്നെ ചെയ്യാനൊരു മടി. ഇനിയിപ്പം അച്ചുവാണെങ്കിൽ അവളുടെ കോഴ്സൊക്കെ കഴിയാറായി. ഒരു 2-3 മാസം, ഡിസംബർ ആകുമ്പോഴത്തേക്ക് എക്സാം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അവളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാം ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ മടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും കുരിശ് വരയ്ക്കാനുള്ള സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് കുരിശൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് അപ്പച്ചയ്ക്ക് മെഡിസിൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് കുരിശ് വരയും കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ പണിയൊന്ന് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇനി എനിക്ക് എൻ്റെ റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തതായിരുന്നു. എനിക്ക് എൻ്റെ ഷീറ്റൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. പകൽ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പകൽ അതിനുള്ളൊരു മൂഡ് കിട്ടിയില്ല. പക്ഷേ ഇന്ന് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. ഇത് നമ്മുടെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, നാളെ അച്ചു വരുന്നുണ്ട്. അവൾക്കൊരു 3 ദിവസത്തിനുള്ള ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദീപാവലി അല്ലേ, അപ്പോൾ ഒരു 3 ദിവസത്തെ ഹോളിഡേയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടി പോകുന്ന രീതിയിലാണ് വരുന്നത്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞൊരു 10 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു 2 ആഴ്ച ആവുന്നേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല അവൾ ഈ 2-3 ദിവസത്തിനൊക്കെ വന്ന് പോകുന്നത്. എനിക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും. ഞാൻ അവളോട് എപ്പോഴും പറയും 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 1 മന്തൊക്കെ ലീവ് കിട്ടുമ്പോൾ വന്നാൽ മതി, അല്ലെങ്കിൽ വരണ്ട, നീ അവിടെ തന്നെ ഇരുന്നു എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. കാരണം ഞാനിങ്ങനെ കുറേ നാളായില്ലേ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് അവൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ അപ്പച്ചയൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ വൈബിലുള്ള ഒരാൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു വേറൊരു ഹാപ്പിനെസ് അല്ലേ. ആ ഒരു വൈബ് എനിക്ക് അവൾ വരുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. അവർ സാധാരണ പോരുന്നത് ഈവനിങ് അവിടെ നിന്ന് കയറി വെളുപ്പിനെ ഒരു 4 മണി 5 മണി അല്ലെങ്കിൽ 3:30-4 ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് സാധാരണയായിട്ട് പോരാറ്. അപ്പോൾ ആ സമയത്ത് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്നൊരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ റൈഡുണ്ട്. എനിക്ക് ഇങ്ങനെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ആ നൈറ്റ് റൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കൂടുതൽ അവൾ വരുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു റൈഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്തവണ എന്തായാലും അത് മിസ്സായി. കാരണം കുറച്ച് ഡിലേ ആയിട്ടാണ് അവർ പോരുന്നത്. അപ്പോൾ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ബസ്സിൽ കയറി വന്നോളാം, കോട്ടയത്ത് നിന്ന് ഇഷ്ടം പോലെ ബസ് പാലായ്ക്ക് എല്ലാ സമയത്തും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടൗണിൽ പാലായി പോയി എടുത്താൽ മതി. അപ്പോൾ പാതിരയ്ക്ക് ഇവിടെ എന്നാ തട്ടുമുട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് അമ്മച്ചി കയറി വന്നതാണ് കേട്ടോ. ഗുഡ് നൈറ്റ്. മഴയൊക്കെ തെരുതെരെ പെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഒരു ചൂടല്ലേ, വെറുതെ അനങ്ങിയ വേർക്കും അതുപോലെയാണ്. അപ്പോൾ കുളിച്ചിട്ട് കിടക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം രാത്രിയെല്ലാം ഫുള്ള് മഴ പെയ്യുമ്പോൾ രാവിലെ ഭയങ്കര തണുപ്പായിരിക്കും. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. രാത്രി നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കിടന്നുറങ്ങാൻ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അച്ചു ഇങ്ങനെ നൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് വിളിക്കുകയും എവിടെ എത്തി എന്നൊക്കെ ട്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ ടെൻഷനൊക്കെ മാറി. അവളിങ്ങനെ കൂടെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും, മെസ്സേജ് ചെയ്യും. അവളിപ്പം 2 മണി സമയത്ത് എറണാകുളത്ത് എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എന്നാലും നമ്മുടെ ഉള്ളിലൊരു ആദ്യം ഉണ്ടാവുമല്ലോ, ചെറിയ കുഞ്ഞല്ലേ കൊച്ചല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി റെഡി ആവട്ടെ കേട്ടോ. അവൾ ഓൾറെഡി എത്താറായിട്ടുണ്ട്. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാം. 6:30 തന്നെ കോട്ടയത്ത് എത്തി. അപ്പോൾ തന്നെ ബസ്സും കിട്ടി, പോന്നിട്ടുണ്ട് എന്ന് വിളിച്ചായിരുന്നു കേട്ടോ. എന്നെ അമ്മച്ചിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. രാവിലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ. അപ്പോൾ വെളുപ്പിനെ ഇങ്ങനെ തുമ്മി ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോവും, നേരം വെളുക്കാറാകുമ്പോഴത്തേക്കും. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ മതിയല്ലോ. ചെറിയൊരു തണുപ്പുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഹുഡിയും കൂടെ ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അമ്മച്ചിയാണെങ്കിൽ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒരു കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ തോന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് കുടിച്ചിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. അവൾ ഓൾറെഡി എത്താറായി എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടി പറയടി. ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടില്ലേ?
പിടിക്കണോ? പിടിക്കണോ? പിടിക്കണ്ടല്ലോ. പിടിക്കണ്ടല്ലോ. അവിടെ നിന്ന് ഇവിടം വരെ ചോന്നുകൊണ്ട് വന്നല്ലേ. ഓ, ഇതന്നെ ഇട്ടേക്കുന്നേ. ഇതന്നെ ഇത് ഇട്ടേക്കുന്നതന്നെ. ഇത് ഇട്ടേക്കുന്നതന്നെ. ആരുടെ ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഒട്ടി പിടിക്കുന്നു. പിന്നല്ലാണ്ട് നമുക്ക് പാല് മേടിക്കണം. തുറന്നിട്ടുണ്ടോ റിലയൻസ്? തുറന്നിട്ടുണ്ടല്ലോ. എവിടെ ഇരുന്നു? ഞാൻ മേടിച്ചോണ്ട് വരാം കേട്ടോ. വരുന്നുണ്ടോ? വരുന്നുണ്ടോ? കാലം വിശപ്പ് മാറാൻ വേണ്ടി സാധനം മേടിച്ചിട്ടുണ്ട്. അയ്യോ, ടിഷ്യൂ നല്ല കഴിച്ചിട്ടുണ്ട് ഇത്. ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിച്ചിട്ടുള്ള സാധനമാണ്. തോർക്ക് അങ്ങോട്ടാ. പിന്നെ എങ്ങനെ ഇരിക്കുന്നു? അതെ, നല്ല അതിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് അല്ലേ? അല്ല, കഴിച്ചോട്ടോ. തിരക്കില്ലായിരുന്നേ. കറക്റ്റ് ഞാൻ ബില്ല് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സാധനമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ബില്ല് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും രണ്ട് ചേട്ടന്മാർ, രണ്ട് കൗണ്ടറേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ട് ചേട്ടന്മാർ 2 കാട്ട് സാധനമായിട്ട് എന്ത് ഷോപ്പിലേക്കാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നു, ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് പോയി. ഒരു 2 സെക്കൻഡ് നേരത്തെ വന്നിരുന്നെങ്കിൽ കളാം. പോവാം നമുക്ക്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു സ്വീറ്റ്സ് കഴിക്കാൻ. ഞാൻ അമ്മച്ചോടാണോ പറഞ്ഞേ എനിക്ക് ഇങ്ങനെ ഇത് ആ വീഡിയോ കണ്ടപ്പോൾ അത് കഴിക്കാൻ തോന്നുന്നു? ദീപാവലി അല്ലേ, സെയിം സാധനം. ഞാൻ ചെറുപ്പം തൊട്ടേ മധുരം കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. ഈ നെയ്യുടെയും പഞ്ചസാരയുടെയൊക്കെ ഓരോ മണം ഉണ്ടല്ലോ, അത് അടിക്കുമ്പോൾ തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ. പക്ഷേ ചില സമയങ്ങളിൽ അങ്ങനെ കഴിക്കാൻ തോന്നും, സ്വീറ്റ്സിനോടൊരാഗ്രഹം തോന്നും. പക്ഷേ അവൾ എൻ്റെ മനസ്സറിഞ്ഞ പോലെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.